അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഅ്മിനീങ്ങൾ, നമ്മെ അള്ളാഹു ഇഷ്ടപ്പെടണമെങ്കിൽ ഏത് സമയത്തും നമുക്കുണ്ടാവേണ്ട ഒരു സ്വഭാവമാണ് എല്ലാവരെ കുറിച്ചിട്ട് ഒരു നല്ലൊരു ധാരണ. ഞാൻ എല്ലാവരെക്കാളൊരു മോശപ്പെട്ടവനാണ് എന്നുള്ള ഒരു ചിന്ത പലപ്പോഴും നമുക്കുണ്ടാകണം. അതാണ് മഹാന്മാരുടെ ചിന്ത. പലപ്പോഴും നമ്മൾ അങ്ങനെയല്ല. ഒരു ചെറിയൊരു തൗഫീക്ക് കിട്ടുമ്പോഴേക്ക് അല്ലെങ്കിൽ കുറച്ച് ഇബാദത്തൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോഴേക്ക് ഞാൻ ഉഷാറാണ്, ഞാൻ തരക്കേടില്ല, അവൻ നിസ്കരിക്കുന്നില്ലല്ലോ, അവൻ ഇങ്ങനെയാണല്ലോ, എൻ്റെ കുറവൊന്നും കാണാതെ ഞാൻ അല്ലാഹുവിൻ്റെ അടുക്കൽ പൊരുത്തപ്പെട്ടവനാണെന്ന രീതിയിൽ പലപ്പോഴും നമ്മൾ ചിന്തിക്കുകയാണ്. അത് നല്ലൊരു ചിന്തയല്ല. ഇബ്ലീസ് നമ്മെ ചതിക്കുകയാണ്. ഓരോരോ മനുഷ്യന്മാരെ കാണുമ്പോൾ നാം എങ്ങനെയാണ് ചിന്തിക്കേണ്ടതെന്ന് മഹാന്മാരെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. നിന്നെക്കാൾ വയസ്സിൽ മൂത്ത ആൾക്കാരെ കണ്ടാൽ, ആരെ കണ്ടാലും നീ ചിന്തിക്കേണ്ടത് ഹാദാ സബഖനി ബിൽ ഈമാൻ. അദ്ദേഹത്തിന് എത്രയോ ആയുസ്സുകൾ കിട്ടി, അദ്ദേഹം ഞാനറിയാതെ എത്രയോ ഇബാദത്തുകൾ ചെയ്തിട്ടുണ്ടാകും. ഒരാളുടെ പരസ്യ ജീവിതം നോക്കിയിട്ടല്ലല്ലോ അള്ളാഹു ഈ വിധി പറയുക. അദ്ദേഹത്തിന് കുറേ തൗഫീക്ക് കിട്ടിയിട്ടുണ്ടാകും. എന്നെക്കാൾ എത്രയോ 10 കൊല്ലമോ 20 കൊല്ലമോ 30 കൊല്ലമോ അങ്ങനെയാണല്ലോ മുതിർന്നവർ. അവർക്ക് ഇത്രയെല്ലാം തൗഫീക്ക് കിട്ടി. അവർ ഇക്കാലം വരെ എത്രയോ ഇബാദത്തുകൾ ചെയ്തിട്ടുണ്ടാകും. എനിക്കത്രയൊന്നും ആയുസ്സുണ്ടാകുമോ? എനിക്കത്രയൊന്നും ഇബാദത്ത് ചെയ്യാനുള്ള തൗഫീക്ക് കിട്ടുമോ? എന്നെക്കാൾ ഖൈർ അദ്ദേഹമാണ് എന്ന് ഒരാളെ കാണുമ്പോൾ, നമ്മളെ കാൽ വയസ്സിന് മൂത്ത ഒരാളെ കാണുമ്പോൾ അങ്ങനെയാണ് ചിന്തിക്കേണ്ടതെന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുകയാണ്. നിന്നെക്കാൾ ഒരാൾ ചെറുതുള്ള ഒരാളെ കണ്ടാൽ നീ ആ സമയത്ത് ചിന്തിക്കേണ്ടത് ഞാനാണ് ഉഷാറ് എന്നല്ല, ഞാൻ തരക്കേണ്ടില്ല എന്നല്ല. എനിക്ക് കുറേ വയസ്സായി, പാവം അവൻ ചെറിയ കുട്ടിയാണ്, അവൻ ഈ ചെറുപ്പത്തിൽ തന്നെ അള്ളാഹുവിന് ഇബാദത്തുമായി കൂടുന്നവനായിരിക്കാം. അവൻ്റെ ജീവിതത്തിൽ എനിക്ക് അവസരം കിട്ടിയതുപോലെ ദോഷങ്ങൾ ചെയ്യാനും തെറ്റുകൾ ചെയ്യാനൊന്നും അത്തരൊന്നും ആയുസ് സമയമൊന്നും കിട്ടിയിട്ടില്ലല്ലോ. അവനല്ലേ എന്നെക്കാൾ ഫഹുവ ഖൈറും മിന്നി, അദ്ദേഹമാണ് എന്നെക്കാൾ ഖൈറെന്ന് എന്നെക്കാൾ വയസ്സിൽ താഴെയുള്ളവരെ കാണുമ്പോൾ അങ്ങനെയാണ് ചിന്തിക്കേണ്ടത്. വീണ്ടും മഹാന്മാർ പറയുന്നു, നിന്റെ കൂട്ടുകാരിൽ നിന്ന് നിന്നെ ആരെങ്കിലും ബഹുമാനിക്കുന്നത് ആദരിക്കുന്നത് കണ്ടാൽ ആ സമയത്ത് നീ ചതിപ്പെട്ടു പോകരുത്. അവൻ ആദരിച്ചതുപോലെയാണ് ഞാൻ എന്ന് ചിന്തിച്ചു പോകരുത്. അത് അവൻ്റെ കടമയാണ്, അവൻ നിറവേറ്റിയത്. ഞാനെങ്ങനെ ഉണ്ടോ എന്ന് എന്നെക്കുറിച്ച് ഞാൻ ചിന്തിക്കേണ്ടതുണ്ട് എന്ന് മഹാന്മാർ നമ്മെ പറയുന്നു. അതേ സമയത്ത് എന്ന് നിന്നെ ആക്ഷേപിക്കുകയോ നിന്നെ കുറവാക്കി കാണുകയൊക്കെ ചെയ്താൽ ആ സമയത്ത് പോലും അവരെ നീ വെറുത്തു പോകരുത്. ആ സമയത്ത് പോലും അവരെക്കാൾ ഞാൻ ഖൈർ എന്ന് അങ്ങനെ ചിന്തിച്ചു പോകരുത്. അവരെന്നിലെന്തെങ്കിലും ഒന്ന് ദോഷം കണ്ടതിൻ്റെ പേരിലായിരിക്കാം, തെറ്റ് കണ്ടതിൻ്റെ പേരിലായിരിക്കാം ആക്ഷേപിക്കുക എന്ന് ചിന്തിച്ച് എന്താണ് തെറ്റ്, എന്താണ് കുറവ്, അതിനെ തിരുത്താൻ നോക്കുക. ഇങ്ങനെയാണ് ഏത് മനുഷ്യന്മാരെ കണ്ടാലും, എന്നെക്കാൾ വയസ്സിൽ മൂത്ത ആളെ കണ്ടാലും, എന്നെക്കാൾ വയസ്സിൽ ചെറിയ ആളെ കണ്ടാലും, എന്നെ ബഹുമാനിക്കുന്നവരെ കണ്ടാലും, എന്നെ ആക്ഷേപിക്കുന്നവരെ കണ്ടാലും ആരെയും ഒരിക്കലും പോലും നമ്മൾ ചീത്തയായി കണ്ടുപോകരുത്. അവരെ നാം നിസ്സാരമായി കണ്ടുപോകരുത്. അവരെല്ലാവരും എന്നെക്കാൾ ഉത്തമന്മാരാണ്. അവരെല്ലാവരും എന്നെക്കാൾ അല്ലാഹുവിൻ്റെ അടുക്കൽ ഇഷ്ടപ്പെട്ടവരാകാൻ കാരണമാകും. എനിക്കറിയില്ലല്ലോ അല്ലാഹു ആരെ ഇഷ്ടപ്പെടുന്നു എന്ന്, ആരെയുടെ രഹസ്യ ജീവിതം എനിക്കറിയില്ലല്ലോ. എന്നെക്കാൾ അവരുടെ രഹസ്യ ജീവിതം എത്രയോ ഉത്തമമായിരിക്കും. ആ സമയങ്ങളിലെല്ലാം ഞാൻ അറിയാത്തവരെല്ലാം എത്രയോ ഇബാദത്തുകൾ ചെയ്യുന്നവരായിരിക്കാം. അത്തരത്തുള്ള ഇബാദത്തുകളൊന്നും എന്നിൽ ഇല്ലല്ലേ എന്ന് ചിന്തിച്ച് എന്നെക്കുറിച്ച് പലപ്പോഴും നമ്മൾ അല്ലാഹുമായിട്ട്
അള്ളാഹുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ നമ്മളെന്നും കുറവായിട്ടേ ചിന്തിക്കണം. അപ്പോഴേ നമുക്ക് ധാരാളം ഇബാദത്ത് ചെയ്യാനുള്ള തൗഫീഖും മനസ്സൊക്കെ കിട്ടുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നല്ല ചിന്ത തന്ന് അവൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.